ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ആണ്ടാൾ എന്നുള്ള വ്യക്തിയെക്കുറിച്ചാണ്. ആണ്ടാൾ ആരായിരുന്നു, അവരെ എന്ത് ഇമ്പോർട്ടൻസ് നമ്മുടെ ഭക്തികാലിലുണ്ട്, അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ലെസണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലെസൻ്റെ പേര് ആണ്ടാൾ ദക്ഷിൺ കി മീര. ആണ്ടാൾ എന്ന് പറയുന്ന അവരെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അവരുടെ പേര് ആണ്ടാൾ. അവർ ജനിച്ച വർഷത്തെക്കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. അവർ ജീവിച്ചിരുന്നത് 9th സെഞ്ച്വറിയിലായിരുന്നു. നവീൻ ശതാബ്ദി എന്ന് പറഞ്ഞാൽ 9th സെഞ്ച്വറി ആയിരുന്നു. ദെൻ ജന്മസ്ഥാനം, അവർ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ ജീവിച്ചിരുന്നത്. അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പെഹചാൻ മഹാൻ ആൽവാ സന്ത് ഔ ഭക്ത കവയിത്രി. അവർ വളരെ ഫേമസ് ആയിട്ടുള്ള ആൽവാ സെയിൻ്റാണ്. അതുപോലെ ഭക്ത കവയിത്രിയായിരുന്നു. കൃഷ്ണനെ കുറിച്ച് ഒരുപാട് ഭക്തി രസത്തിലുള്ള ഒരുപാട് കവിതകൾ അവർ എഴുതിയിട്ടുണ്ട്. അവരെ ദക്ഷിൺ ഭാരത് കി മീരാഭായി എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കറിയാം നോർത്തിലൊരു മീരാഭായി ഉണ്ടായിരുന്നു അല്ലേ. അതുപോലെ ദക്ഷിൺ ഭാരത്, സൗത്ത് ഇന്ത്യയിലെ മീരാഭായി എന്ന പേരിലാണ് നമ്മൾ ആണ്ടാളിനെ അറിയപ്പെടുന്നത്. ആരാധ്യ ദേവ്, അതായത് അവരെ ഏറ്റവും ഭജിച്ചിരുന്ന ദൈവം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്, അതായത് വിഷ്ണു. നമ്മുടെ ലെസണിൽ വിഷ്ണു എന്നാണ് വരുന്നത്. അവരുടെ വിശേഷത എന്ന് പറഞ്ഞാൽ കൃഷ്ണഭക്തി പർ അനേക് കവിതായും ഔ ഭജൻ രചയ. അവർ ഒരുപാട് കവിതകൾ കൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഭജൻസും ഒരുപാട് എഴുതിയിട്ടുണ്ട്. അടുത്തത് നമുക്കവരെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് തന്നെയാണിത്. വിഷ്ണു ഭക്തി കി അമർ സാധിക മഹാൻ ആൽവാ സന്ത് आंडाल का नाम दक्षिण भारत के भक्त कवियों की परंपरा में बड़े आदर और सम्मान के साथ लिया जाता है. വിഷ്ണു ഭക്തിക്ക് അമർ സാധിക, വിഷ്ണു ഭക്തിയുടെ, അതായത് ഭഗവാൻ വിഷ്ണുവിനെ ഭജിക്കുന്ന അമർ സാധിക, വൺ ഓഫ് ദി ഗ്രേറ്റ് ഡിവോട്ടിയാണ്. മഹാൻ ആൽവാ സന്താണ്, മഹാൻ മീൻസ് ഗ്രേറ്റ് ആണ്. ആൽവാ സെയിൻസ് എന്ന് പറയുന്ന ആ സന്യാസിമാരുടെ കൂട്ടത്തിലെ ഫേമസ് ആയിട്ടുള്ളൊരു ആൽവാ സന്താണ്. ആണ്ടാൾ കാ നാം ദക്ഷിൺ ഭാരത് കെ ഭക്ത കവിയോं की परंपरा में बड़े आदर और सम्मान के साथ लिया जाता है. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഈ ആണ്ടാളിൻ്റെ പേര് ദക്ഷിണ ഭാരതത്തിലെ, സൗത്ത് ഇന്ത്യയിലെ ഭക്ത കവികളുടെ കൂട്ടത്തിൽ ബഡെ ആദർ ഔർ സമ്മാൻ കെ സാത്ത് ലിയാ ജാത്താ ഹെ, വളരെയധികം റെസ്പെക്റ്റോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും ഉപയോഗിക്കുന്ന ഒരു പേരാണ് ആരുടേത്, ആണ്ടാളിൻ്റെത്. ഇൻകാ ജന്മ നവീൻ ശതാബ്ദി में दक्षिण भारत के തമിഴ്നാടു राज्य के प्रसिद्ध तीर्थस्थान ശ്രീവില്ലിപുത്തൂർ में हुआ था. അവരുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ പ്രസിദ്ധമായിട്ടുള്ള തീർത്ഥസ്ഥലമായിട്ടുള്ള ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. നോക്കിയേ, ഇൻക ജന്മ നവീൻ ശതാബ്ദിമേ, 9th സെഞ്ച്വറിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. ദക്ഷിണ ഭാരതത്തിലെ, സൗത്ത് ഇന്ത്യയിലെ തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തീർത്ഥാടന സ്ഥലമാണ് ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്നത്. അവിടെയായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. ഇനിയും ദക്ഷിൺ ഭാരത് കി മീരാ ഭി കഹാ ജാത്താ ഹെ. അവരേത് പേരിൽ അറിയപ്പെടുന്നത്, ദക്ഷിൺ ഭാരത് കി മീര, ദക്ഷിണ ഭാരതത്തിലെ മീര, അതായത് മീരാഭായ്. നമുക്കറിയാം നോർത്തിൽ ജീവിച്ചിരുന്ന മീരാഭായ് എത്രത്തോളം കൃഷ്ണഭക്തിയായിരുന്നു, അതുപോലെയായിരുന്നു സൗത്തിൽ നമ്മുടെ ആണ്ടാൾ എന്ന് പറയുന്ന ആ ഒരു കവയിത്രി. അപ്പോൾ അവർക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ട് അവരെ അഡ്രസ്സ് ചെയ്യുന്നത് ദക്ഷിണ ഭാരതത്തിലെ മീരാഭായ് എന്നാണ്. ഈ മീരാഭായ് കി ഹി ഭാന്തി ഭഗവാൻ ശ്രീകൃഷ്ണയ്ക്ക് ഉപാസിക്കാതി. അവർ മീരാഭായിയെ പോലെ തന്നെയാണ് ഭഗവാൻ കൃഷ്ണനെ ആയിരുന്നു ഉപവസിച്ചിരുന്നത്, പ്രാർത്ഥിച്ചിരുന്നത്. ऐसा माना जाता है कि ആണ്ടാൾ ഭൂദേവിക്ക് അവതാർദി. അപ്പോൾ നമ്മൾ പറയപ്പെടുന്നത് ആണ്ടാൾ ആരുടെ അവതാരമായിട്ടാണ്, ഭൂദേവി. നമുക്ക് അവിടെ നിന്നൊരു വൺ വേർഡ് ആൻസർ കിട്ടുന്നുണ്ട്. അതായത് ആണ്ടാൾ ഭൂദേവി ഭൂമിദേവി അല്ലെ ഗോഡസ് ലക്ഷ്മിയാണ് ഉദ്ദേശിക്കുന്നത്. ദേവിയുടെ അവതാരമായിട്ടാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്. ഇനോനെ ഭി കൃഷ്ണ ഭക്തി പർ അനേക കവിതായേം രചി ഹേ ആൻഡ് ഷീ റോട്ട് മെനി പോയംസ് അബൌട്ട് ലോർഡ് കൃഷ്ണ. ഒരുപാട് പോയംസ് അവർ കൃഷ്ണനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആണ്ടാൾക്ക് പാലൻകർത്ത പിത, അതെ ആണ്ടാളിൻ്റെ പാലൻകർത്ത പിത എന്ന് പറയുമ്പോൾ ഫാദറാണ് അല്ലേ. പാലൻകർത്ത പിത എന്ന് പറയുമ്പോൾ ഗാർഡിയനാണ്, അതായത് അവരെ എടുത്തു വളർത്തിയ വ്യക്തി എന്ന് പറയുന്നത്, അവരുടെ ഫാദർ എന്ന് പറയുന്നത് പെരിയാൽവാർ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അപ്പോൾ ആ പേര് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് നമുക്ക് അവിടെ നിന്നൊരു വൺ വേർഡ് ആൻസർ കിട്ടും. അദ്ദേഹം എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്, ശ്രീവില്ലിപുത്തൂർ മേം രഹത്തേതേ, ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ജോ ഭഗവാൻ വിഷ്ണു കെ
ഏക്ക് സച്ചേ ഭക്തതേ, അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു ഭക്തനായിരുന്നു, ഒരു റിയൽ ഡിവോട്ടി ആയിരുന്നു ആര്, പെരിയാൽവാർ എന്ന് പറയുന്നത്. ഇൻക വാസ്തവിക് നാം വിഷ്ണു ചിത്തത. ഇതെല്ലാം നമുക്ക് വൺ വേർഡ് ആൻസർ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഇൻക വാസ്തവിക് നാം എന്ന് പറയുന്ന റിയൽ നെയിം, അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് വിഷ്ണുജിത്ത് എന്നായിരുന്നു. ബഹുത് ബഡേ സദാചാരി വിദ്വാൻ और ആധ്യാത്മിക വ്യക്തിതേ. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബഡേ സദാചാരി, നല്ല ബിഹേവിയറോട് കൂടിയ, വിദ്വാൻ മീൻസ് സ്കോളറാണ്, പണ്ഡിതനായിരുന്നു. അവർ ആധ്യാത്മിക വ്യക്തിതേ, ആധ്യാത്മികത ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവത്തിനെ ഒരുപാട് പ്രാർത്ഥിച്ച് ആത്മീയ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹമേഷ ഭഗവാൻ വിഷ്ണുക്ക് പൂജ അർച്ചന ഓ കീർത്തൻ കർത്തേ രഹത്തേതേ. എപ്പോഴും ഭഗവാൻ വിഷ്ണുവിനെ പൂജ അർച്ചനയൊക്കെ ചെയ്ത്, അതായത് എപ്പോഴും പൂജിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഉന്നോനെ അപ്പിനി കുടിയാക്കെ സാമനെ ഏക്ക് ഫുൽവാരി ലഖ രഖീതി. അദ്ദേഹത്തിന് തൻ്റെ കുടി, അതായത് ചെറിയ വീടിന് ഫ്രണ്ടിലായിട്ട് അദ്ദേഹത്തിനൊരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പിനി ബെഗിയാക്കി ഭൂലോങ്കി മാലാഹി മന്ദിർ മേം ലേ ജാക്ക് ഭഗവാൻ വിഷ്ണുക്കോ പഹനാത്തേതേ. അപ്പോൾ അദ്ദേഹം ഈ ഗാർഡൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരുപാട് പൂക്കളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ഗാർഡനായിരുന്നു. ഇവിടെ നിന്നുള്ള പൂക്കൾ മൊത്തം അദ്ദേഹം എടുത്തിരുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മന്ദിർ മേം ലേ ജാക്കർ, മന്ദിർ ഈസ് ടെമ്പിളാണ്, ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് ഭഗവാൻ വിഷ്ണുക്കോ പഹനാത്തേതേ, ഭഗവാൻ വിഷ്ണുവിന് അർപ്പിക്കുമായിരുന്നു. അതായത് മാല കെട്ടുക, പൂജയ്ക്കൊക്കെ എടുക്കുക, അതിനുള്ള ആവശ്യത്തിനായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് ഈ പൂക്കൾ. ഉൻകെ ജീവൻ മേം ഏക് ഹി അഭാവ് ദാക്കി. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒറ്റ വിഷമേ ഉള്ളൂ, അദ്ദേഹത്തിന് എല്ലാം കൊണ്ടും സന്തോഷകരമായ ജീവിതമാണ്, ആത്മീയ ജീവിതമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് വിവാഹಕ್ಕೆ കൈ വർഷവും കെ ബാദ് ഭി ഉൻകി കോയി സന്താൻ नहीं थी. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായിട്ടും സ്വന്തമായി മക്കളില്ലായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം. അങ്ങനെ ഇരിക്കെ നമുക്ക് ആ ഒരു സെൻറ്റൻസ് നോക്കി. ഏക് ദിൻ ജോ വിഷ്ണുജിത്ത് അപ്പിനി ബെഗിയാക്കി ദേഖ്ഭാൽ കർ രഹേ ദേ. ഒരു ദിവസം വിഷ്ണുജിത്ത് എന്ത് ചെയ്യുമായിരുന്നു? തൻ്റെ ഗാർഡനിൽ നിന്നിട്ട് തൻ്റെ ഗാർഡനിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുകയും പൂക്കളിറക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് ബിസി ആയിരുന്നു. തബ് ഉനേം തുളസിക്ക് പൗതയ്ക്ക് നീച്ചേക്ക് ബച്ചിക്കോ മില. അപ്പോഴാണ് അദ്ദേഹം തുളസിക്ക് പൗതേ, തുളസി ചെടിയുടെ നീച്ചെ താഴെയായിട്ട് ഏക്ക് ബച്ചിക്കോ മില, അവിടെ നിന്നൊരു കുഞ്ഞിനെ കിട്ടിയത്. അവിടെ തുളസി ചെടിയുടെ താഴെയായിട്ട് ഒരു കുഞ്ഞ് കിടക്കുന്ന അദ്ദേഹം കണ്ടു. ഉസ് ബച്ചിക്കോ ദേഖ്തേ ഹി ഉൻകാ മുഖമണ്ഡൽ ആനന്ദ് സേ ഖില്ലുടാ. അപ്പോൾ ഈ കുഞ്ഞിനെ കണ്ടതും അദ്ദേഹത്തിൻ്റെ മുഖം അതായത് ഫേസ് ആണ്, ആനന്ദ് സേ ഖില്ലുടാ, മുഖത്ത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം വിടർന്നു. വേ ഭാഗേ ഭാഗേ മന്ദിർ മേ ഗേ. അദ്ദേഹം ഓടി അമ്പലത്തിലേക്ക്, ഈ കുഞ്ഞിനെ എടുത്ത് ഓടി അമ്പലത്തിലേക്ക് പോയി. അവർ ഭഗവാൻ കി മൂർത്തിക്ക് സാമനെ ഉസ് ബച്ചിക്കോ രഖ് പ്രാർത്ഥന കർണേ ലഗി. എന്നിട്ട് ആ മന്ദിർ എന്ന് പറയുന്ന ക്ഷേത്രമാണ്, അവിടെ ചെന്ന് ഭഗവാൻ കെ മൂർത്തിക്ക് സാമനെ, ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ ഉസ് ബച്ചിക്കോ രഖ്, ആ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് പ്രാർത്ഥന കർണേ ലഗി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. हे प्रभु आपकी कृपा से आज मेरे आंगन में एक अनूठा फूल खिला है. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ച എന്താ? ഹേ പ്രഭു, ദൈവമേ, ആപ്കി കൃപാസേ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട്, കൃപ കൊണ്ട്, ആജ് മേരെ ആംഗൻമേം, ഇന്ന് എൻ്റെ വീട്ടുമുറ്റത്ത് ഈ അനൂട്ട ഫൂൽ ഖിലാഹേ, ഇന്ന് വിരിഞ്ഞ പൂവാണിത് എന്ന് ആ കുഞ്ഞിനെ അഡ്രസ്സ് ചെയ്ത് പറഞ്ഞു, ദൈവത്തിന് സമർപ്പിച്ച് പറയുകയാണ്. ഇസൈമേം ആപ്കെ ശ്രീ ചരണോമേ സമർപ്പിത് കർത്താഹും. ഈ കുഞ്ഞിനെ ഞാൻ ദൈവത്തിൻ്റെ ശ്രീ ചരണോമേ, ചരൺ മീൻസ് കാലാണ്, ശ്രീ ചരണോ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കാലടികളെയാണ്, അവിടേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? സമർപ്പിത് കർത്താഹും, ഞാൻ സമർപ്പിക്കുകയാണെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. വിഷ്ണുജിത്ത് അവർ ഉൻകി പത്നിനെ ഉസ് ബച്ചിക്കോ ഗോതുമേ ലിയ. എന്നിട്ട് വിഷ്ണുജിത്തും തൻ്റെ വൈഫും കൂടി ആ കുഞ്ഞിനെ ഗോതുമേ ലിയ, ഗോദിലേന അഡോപ്റ്റ് ചെയ്യുക. ദേ അഡോപ്റ്റ് ദിസ് ചൈൽഡ് और उसका नाम കൗദേ രഖ. എന്നിട്ട് ആ കുഞ്ഞിന് എന്ത് പേരാണ് കൊടുത്തത്? കൗദേ എന്നുള്ള പേരാണ് അദ്ദേഹം ആ കുഞ്ഞിന് കൊടുത്തത്. पिता के संस्कारों से प्रभावित पुत्री भी पिता के धार्मिक कार्यों में हाथ बढ़ाने लगी. അപ്പം എന്ത് നോക്കിയേ, കൗദ എങ്ങനെയാണ് വിഷ്ണുജിത്തിൻ്റെ കൂടെ വളർന്നതെന്ന്. പിതാക്കെ സംസ്കാരവും സെ പ്രഭാവിത്. ഓൾറെഡി നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിഷ്ണുജിത്ത് എന്ന വ്യക്തിയുടെ ക്യാരക്ടർ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സദാചാരി, ആധ്യാത്മിക്, വിദ്വാൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതുപോലെ അദ്ദേഹം എങ്ങനെയായിരുന്നു? ഫുൾ ടൈം ഭക്തിയായിരുന്നു, അതേപോലെ ദൈവത്തെ പൂജിച്ച് അർച്ചന ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തിയല്ലേ. സോ ഇതെല്ലാം കണ്ടു വളർന്ന സംസ്കാരം സെ പ്രഭാവിത് പുത്രി ബി, ഇതെല്ലാം കണ്ടു വളർന്ന് അവളും എന്ത് ചെയ്തു? പ്രഭാവിത് മീൻസ് ഇൻഫ്ലുവൻസ്ഡ് ആയി. എന്തിൽ? അച്ഛൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതായത് പിതാക്കെ ധാർമ്മിക് കാര്യമേ ഹാത്ത് ബെടാനെ ലഗി, റിലീജിയസ് മാറ്റേഴ്സിലെല്ലാം അവളും അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. उससे भी पिता के साथ भगवान का ध्यान करने में आनंद आता था. അവൾക്കും തൻ്റെ അച്ഛനെ
ഭക്തിയുടെ കാര്യത്തിൽ, അതായത് അമ്പല കാര്യങ്ങളിൽ അച്ഛനെ സഹായിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും എല്ലാം അച്ഛനോടൊപ്പം ഇത് ചെയ്യുന്നതിൽ അവൾക്ക് സന്തോഷം കിട്ടാൻ തുടങ്ങി. പിതാ ഔർ പുത്രി ദോനോ ഭഗവാൻ വിഷ്ണുക്ക് ആരാധനാമേൽ ലഗ്രഹേദേ. അപ്പോൾ അച്ഛനും മകളും കൂടി ചേർന്നാണ് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ പൂക്കൾ കെട്ടുന്നത്, പൂമാല കെട്ടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങി. ശ്രീവില്ലിപുത്തൂർ രംഗനാഥ് കോ ഭഗവാൻ കൃഷ്ണ കാ ഹി സ്വരൂപ് മാനാ ജാതാ ഹേ. ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലം രംഗനാഥ് എന്ന് പറയുന്നത്, ശ്രീവില്ലിപുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ വളരെ പുരാതനമായൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രതിഷ്ഠ, ആ അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് രംഗനാഥാണ്. ആ രംഗനാഥ് എന്ന് പറയുന്ന ഭഗവാൻ കൃഷ്ണ കാ ഹി സ്വരൂപ് മാനാ ജാതാ ഹേ, ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമായിട്ടാണ് ആൾക്കാർ കൺസിഡർ ചെയ്തിരുന്നത്. कौदे उनकी भक्ति में इतना डूब चुकी थी कि उसको यह अनुभव होने लगा था कि उसका जीवन तो सिर्फ कृष्ण के लिए है. അപ്പോൾ കൃഷ്ണൻ്റെ അടുത്തുള്ള ഭക്തി കാരണം കൗദെ പിന്നീട് അവൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി അവളുടെ ഭക്തി എത്രത്തോളം ഡീപ്പായിരുന്നു, എത്രത്തോളമാണ് ഉസ്കോ ഈ അനുഭവം ഹോനെ ലഗാക്കി, അവൾക്കത് ഫീൽ ചെയ്ത് തുടങ്ങി. എന്ത്? ഉസ്കാ ജീവൻ തോ സിർഫ് കൃഷ്ണ കെ ലിയേ ഹേ, എൻ്റെ ജീവിതം കൃഷ്ണന് വേണ്ടിയുള്ളതാണെന്ന് അവൾ റിയലൈസ് ചെയ്തു. അതായത് അവളുടെ മനസ്സിലേക്ക് കൃഷ്ണനോടുള്ള ആരാധന, ഭക്തി കൂടി വന്നു. അപ്പോൾ കൃഷ്ണൻ്റെ വൈഫ് എന്നുള്ള സങ്കല്പത്തിലോട്ടാണ് അവളുടെ മനസ്സിലേക്ക് ഭക്തി വരാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് നമ്മൾ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ എന്നാലും അത് ഇവിടെ ഒന്ന് പറയണം. അതായത് ഭഗവാൻ വിഷ്ണുവിനെ ആരാധിച്ച് അപ്പോൾ കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടത് ഞാനാണ് എന്നുള്ള ചിന്ത അവൾക്ക് വന്നു തുടങ്ങി. അതോടൊപ്പം അവൾ ഫുൾ ടൈം കൃഷ്ണനോടുള്ള ഭക്തി അത് കൂടി കൃഷ്ണൻ്റെ ഭാര്യ എന്നുള്ള ആ ഒരു സങ്കല്പത്തിൽ അവൾ ജീവിക്കാൻ തുടങ്ങി. അപ്പോൾ അവൾക്ക് ഒരു 15 വയസ്സായ സമയത്ത് അവളുടെ അച്ഛൻ എന്ത് ചെയ്തു? അവൾക്ക് കല്യാണം ആലോചിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ നമ്മുടെ ആണ്ടാൽ എന്ത് ചെയ്തു? കൗദേ അവൾ പറഞ്ഞു, എനിക്ക് കൃഷ്ണനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൃഷ്ണൻ അവളുടെ അച്ഛൻ്റെ സ്വപ്നത്തിൽ വരികയും അവളെ അമ്പലത്തിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം അവളുടെ അച്ഛൻ അതനുസരിച്ചു. അതേപോലെ തന്നെ മകളെ അടുത്ത ദിവസം അമ്പലത്തിലേക്ക് ഒരുക്കി കൊണ്ടുവരികയും അവിടെ വെച്ചിട്ട് കൃഷ്ണൻ അവളെ ബ്ലെസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവൾ പെട്ടെന്നൊരു ജ്യോതിയായി മാറി അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അലിഞ്ഞു ചേർന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അലിഞ്ഞു ചേർന്നത് കൊണ്ട് ഭഗവാന്റെ പ്രതിമയിൽ ഇല്ലാതായത് കൊണ്ടാണ് അവളെ പിന്നീട് ആണ്ടാൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത പേരെന്ന് പറയുന്ന കൗദയാണ്. അതുവരെ കൗദ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നമ്മുടെ ആണ്ടാൽ പിന്നീട് ലേറ്റർ ഷീ നോൺ ഇൻ ദ നെയിം ഓഫ് ആണ്ടാൽ. ഏത് സംഭവം നോക്കിക്കേ, ഭഗവാൻ വിഷ്ണു കി പ്രതിമാമേ ലീൻ ഹോ ജാനേ കെ കാരൻ, ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രതിമയിൽ ഇല്ലാതായതിനു ശേഷം ഉൻകാ നാം, അവളുടെ പേര് ആണ്ടാൽ എന്നായി മാറി. ആണ്ടാൽ കാ അർത്ഥ ഹേ വിഷ്ണു കി പ്രിയ. ആണ്ടാൽ എന്നുള്ള പേരിൻ്റെ അർത്ഥം എന്താണ്? വിഷ്ണു കി പ്രിയ, വിഷ്ണുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. ഭഗവാൻ വിഷ്ണു കി പ്രിയതമ ഹോനെ കെ കാരൻ ഭി ആണ്ടാൽ കെ നാം സെ പ്രസിദ്ധ ഹുയി. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ പ്രിയതമ ആയതുകൊണ്ട് അവൾ ഏത് പേരിൽ പിന്നീട് അറിയപ്പെട്ടു? എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് അവൾ വിഷ്ണുവിൻ്റെ പ്രതിമയിൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടി ആ പ്രതിമയിൽ ഇല്ലാതായത്. സോ ലേറ്റർ ഷീ നോൺ ഇൻ ദ നെയിം ഓഫ്, ഷീ बिकेम फेमस इन द नेम ऑफ आंडाल. दक्षिण भारत के प्रत्येक वैष्णव मंदिरों में आज भी भगवान रंगनाथ और आंडाल के विवाह का उत्सव मनाया जाता है. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഇപ്പോഴും ദക്ഷിണ ഭാരത സൗത്ത് ഇന്ത്യയിലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ ഭഗവാൻ രംഗനാഥിൻ്റെ, അതായത് ഭഗവാൻ വിഷ്ണുവിൻ്റെയും ആണ്ടാലിൻ്റെയും വിവാഹം കഴിഞ്ഞ ദിവസം ഉത്സവ മനായ ജാത്താ ഹേ, അത് ഉത്സവമായിട്ട് ആഘോഷിക്കുന്ന അമ്പലങ്ങൾ ഇപ്പോഴും നമ്മുടെ സൗത്ത് ഇന്ത്യയിലുണ്ട്. ആണ്ടാൽ കെ 2 കാവ്യരചനയും ഹേ, ആണ്ടാലിൻ്റെ 2 കാവ്യരചനകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് തിരുപ്പാവേ ഓർ നാച്ചിയ തിരുമൂലി. അവരുടെ 2 ഫേമസ് റൈറ്റിങ്സ് ആണ്, കളക്ഷൻ ഓഫ് പോയംസ് ആണ് തിരുപ്പാവയും നാച്ചിയാർ തിരുമൂലിയും. इसका गायन आज भी मंदिरों में सभा में बड़ी श्रद्धा और भक्ति के साथ किया जाता है. ഇപ്പോഴും ഈ ആണ്ടാൽ, അതായത് 9th സെഞ്ച്വറിയിൽ ജീവിച്ചിരുന്ന ആണ്ടാൽ എഴുതിയ കവിതകൾ ഇന്നും ആൾക്കാർ അമ്പലങ്ങളിൽ ഭക്തിയോടുകൂടി പാടുകയും അതോടൊപ്പം ഭജൻസിനൊക്കെ പാടുകയും എല്ലാം ചെയ്യാറുണ്ട്. नाचिया तिरुमोली नामक रचना में आंडाल ने स्वयं को भगवान रंगनाथ की दुल्हन के रूप में प्रस्तुत किया है. नाचिया തിരുമോലി എന്ന് പറയുന്ന രണ്ടാമത്തെ രചനയിൽ ആണ്ടാൽ എന്ത് ചെയ്തു? സ്വയം കോ ഭഗവാൻ രംഗനാഥ് ദുൽഹൻ കെ രൂപ മേ പ്രസ്തുത് കിയാ ഹേ. അവൾ സ്വന്തമായിട്ട് അവളെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഭഗവാന്റെ പ്രിയതമയായിട്ടാണ്, വൈഫ് എന്നുള്ള സങ്കല്പത്തിലാണ്. ദോനോം ഹി ഗ്രന്ഥ് ആണ്ടാൽ കി വിശുദ്ധ ഭക്തി ഭാവന
और पूर्ण समर्पण का भाव पर आधारित തമിഴ് രചനായും ഹേ. ഈ രണ്ട് കവിതകളും എഴുതിയേക്കുന്നത് സിമ്പിൾ തമിഴിലാണ് അവർ എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ ഇന്നും അത് പാടാനും അല്ലെങ്കിൽ അവർക്കത് സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഈ രണ്ട് ഗ്രന്ഥങ്ങളിൽ അവരുടെ വിശുദ്ധ ഭക്തി, അവരുടെ ഏറ്റവും പരിശുദ്ധമായ ഭക്തിയുടെയും പൂർണ്ണ സമർപ്പണം, അവരുടെ ഡെഡിക്കേഷനും എല്ലാം ഈ ഒരു കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മളുടെ ആണ്ടാൾ എന്നുള്ള ലെസൺ. കുറച്ച് സിമ്പിളായിട്ടാണ് ഞാൻ തന്നേക്കുന്നത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.